ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മലയാളത്തിന്റെ ഏറ്റവും പുതിയ 2025-ലും 2024-ലും കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആയിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം ഏതാണെന്നുള്ളത് നോക്കിയാലോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പരിഭാഷപ്പെടുത്തുക. എന്താണ് പ്രസൻസ് ഓഫ് മൈൻഡ്? പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. എന്താണ് ആൻസർ വരുന്നത്? മനസാന്നിധ്യമാണ്. മനസാന്നിധ്യമാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇവിടെ എന്താണ്? പരിഭാഷപ്പെടുത്തുകയാണ് അല്ലെ ചോദിച്ചിരിക്കുന്നത്. വേറെ കുറച്ച് പരിഭാഷകളും നോക്കിയാലോ. ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതും കുറച്ച് മുമ്പൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുള്ളതുമാണ് കേട്ടോ. എന്താണ് ബേർഡ്സ് ഐ വ്യൂ? ബേർഡ്സ് ഐ വ്യൂ എന്ന് പറയുന്നത് എന്താണ്? ബേർഡ്സ് ഐ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഹഗ വീക്ഷണം എന്നാണ് കേട്ടോ. എന്താണ്? വിഹഗ വീക്ഷണം എന്നാണ്. ഓക്കെ, അടുത്ത എന്താണ്? അബ്സല്യൂട്ട് മെജോറിറ്റി. അബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് പറയുന്നത് എന്താണ്? കേവല ഭൂരിപക്ഷം. കേവല ഭൂരിപക്ഷത്തിനെയാണ് അബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടർ. ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഉപജീവനത്തെയാണ് കേട്ടോ. ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഉപജീവനം. കാൾ ഫോർ എന്താണ്? കാൾ ഫോർ എന്ന് പറയുന്നത് ആജ്ഞാപിക്കുക. കാൾ ഫോർ എന്താണ്? ആജ്ഞാപിക്കുക. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി. കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്താണ്? കെട്ടുകഥ. കെട്ടുകഥനെയാണ് കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ജനകന്റെ മകൾ. ജനകന്റെ മകൾ എന്താണ്? ജനകന്റെ മകൾ എന്ന് പറയുന്നത് ആരാണ്? ജാനകിയാണ് അല്ലെ. ജനകന്റെ മകൾ എന്ന് പറയുന്നത് ആരാണ്? ജാനകിയാണ് ജനകന്റെ മകൾ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ആൻസർ വരുന്നത്? ജാനകിയാണ് കേട്ടോ. ജനകന്റെ മകൾ ആരാണ്? ജാനകിയാണ്. ഓക്കെ, വേറെ കുറച്ച് ആൾക്കാരുടെ നോക്കിയാലോ. ദ്രോണരുടെ പുത്രൻ. ദ്രോണരുടെ പുത്രൻ ആരാണ്? ദ്രോണരുടെ പുത്രൻ എന്ന് പറയുന്നത് ദ്രൗണിയാണ് കേട്ടോ. ദ്രൗണി. എഴുതുന്നതിൽ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. ദ്രൗണിയാണ് ദ്രോണരുടെ പുത്രൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ്രോണരുടെ പുത്രൻ. ഓക്കെ, അടുത്ത ദശരഥന്റെ പുത്രൻ ആരാണ്? ദശരഥന്റെ പുത്രൻ എന്ന് പറയുന്നത് ദാശരഥനാണ് കേട്ടോ. ആരാണ്? ദാശരഥനാണ്. ദാശരഥി. ഓക്കെ, ദശരഥന്റെ പുത്രൻ ആരാണ്? ദാശരഥിയാണ് പുത്രൻ എന്ന് പറയുന്നത്. വീരസേനന്റെ പുത്രനോ? വീരസേനന്റെ പുത്രൻ എന്ന് പറയുന്നത് വൈരസേനി. വീരസേനന്റെ പുത്രൻ ആരാണ്? വൈരസേനിയാണ്. വൈരസേനി. ഓക്കെ, അടുത്തത് ദ്രൗപദിയുടെ പുത്രൻ. ദ്രൗപദിയുടെ പുത്രൻ എന്ന് പറയുന്നത് ദ്രൗപദേയനാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ദ്രൗപദേയൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അരയും തലയും മുറുക്കുക. ഓക്കെ, അരയും തലയും മുറുക്കുക എന്ന് പറയുന്നതിന്റെ ആശയം എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. എന്താണ്? അതായത് തയ്യാറാവുക. എന്താണ്? തയ്യാറാവുക എന്നുള്ളതാണ് അരയും തലയും മുറുക്കുക എന്നുള്ളതിന്റെ ആശയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വേറെ കുറച്ച് ശൈലിയും കൂടെ ഒന്ന് നോക്കിയാലോ. ഉമ്മാക്കി കാട്ടുക. ഉമ്മാക്കി കാട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഭയപ്പെടുത്തുക എന്നുള്ളതാണ് കേട്ടോ. ഉമ്മാക്കി കാട്ടുക എന്നാൽ എന്താണ്? ഭയപ്പെടുത്തുക എന്നുള്ളതാണ്. നാരദൻ എന്നതിന്റെ ശൈലിയുടെ അർത്ഥം എന്താണ്? നാരദൻ എന്നാൽ ഏഷണിക്കാരനെയാണ് നമ്മൾ നാരദൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇഞ്ചി തിന്ന കുരങ്ങ്. ഇഞ്ചി തിന്ന കുരങ്ങ് എന്ന് പറയുന്നത് എന്തിനാണ്? കഠിന ദേഷ്യം. ഓക്കെ, കഠിനമായിട്ടുള്ള ദേഷ്യത്തിനെയാണ് ഇഞ്ചി തിന്ന കുരങ്ങെന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? അടുത്തത് ധനാശി പാടുക. ധനാശി പാടുക PSCയുടെ ഇഷ്ട ചോദ്യമാണല്ലേ. ധനാശി പാടുക. എന്താണ് ധനാശി പാടുക? അവസാനിപ്പിക്കുക. ഓക്കെ, തീക്കൊള്ളി കൊണ്ട് തലചൊറിയുക. എന്താണ്? വിനാശകരമായ വിഡ്ഢിത്തമാണ്. തീക്കൊള്ളി കൊണ്ട് തലചൊറിയുക എന്നുള്ളത് എന്താണ്? വിനാശകരമായ വിപരീതമാണ്. ഓക്കെ, അടുത്തത് എന്താണ്? ഓടുന്ന പട്ടിക്ക് ഒരു മുഴം കൂട്ടി. എന്താണ്? അകലെ കൂട്ടി കാണുക അല്ലെങ്കിൽ മുൻകൂട്ടി കാണുക. ഓക്കെ, ഇതാണ് അകലെ കാണുന്ന പട്ടിക്ക് എന്നുള്ളതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ശരിയായ പദം ട്ടോ. ശരിയായ പദമാണ് ചോദിച്ചിരിക്കുന്നത്. യഥേഷ്ടം എന്നുള്ളതിൽ ശരിയായിട്ടുള്ള പദമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണല്ലേ. യഥേഷ്ടമാണ് കേട്ടോ. ശരിയായിട്ടുള്ള പദം എന്ന് പറയുന്നത് എന്താണ്? യഥേഷ്ടം. ഓക്കെ, അടുത്തത് കാറ്റിന്റെ പര്യായ പദം അല്ലാത്തത്. കാറ്റിന്റെ പര്യായ പദം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. കാറ്റിന്റെ പര്യായ പദം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അനലൻ ആണ് കാറ്റിന്റെ പര്യായ പദം അല്ലാത്തത്. ഓക്കെ, ഓപ്ഷൻ ബി. വേറെ ഏതൊക്കെയാണ് ഇനിയിപ്പോ നോക്കാനായിട്ടുള്ളത്? നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ. സൂര്യൻ അല്ലെ. സൂര്യൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സൂര്യന്റെ എന്തൊക്കെയാണ് വരിക? ദിനകരൻ, ദിവാകരൻ, ആദിത്യൻ, ഭാസ്കരൻ, രവി, തരണി. എന്തൊക്കെയാണ്? ദിവാകരൻ, ദിനകരൻ, ആദിത്യൻ, ഭാസ്കരൻ, രവി, തരണി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സൂര്യനിൽ വരുന്നത്. അടുത്തത് ഏതാണ്? പക്ഷി അല്ലെ. പക്ഷി PSCയുടെ ഒരു ഇഷ്ട ചോദ്യമാണ്. എന്താണ്? വിഹഗം.
അതുപോലെ വിഹംഗം, വിഹകവും വരും വിഹംഗവും വരും. ഓക്കെ, അതുപോലെ എന്താ ദ്വിജം, ദ്വിജം എന്നാൽ എന്താണ് പക്ഷിയാണ്, ദ്വിജം എന്താണ് പക്ഷിയാണ്. പത്രി, പത്രി എന്നാൽ എന്താണ് പക്ഷിയാണ്. ഓക്കെ, ശകുന്തം, ശകുന്തം എന്നാൽ എന്താണ് പക്ഷിയാണ്. നീട്ടച്ചം, നീട്ടച്ചം. ഓക്കെ, അതുപോലെ വിഹംഗമം, വിഹംഗമം എന്നാൽ എന്താണ് പക്ഷിയാണ്. ഓക്കെ, പക്ഷിക്കൂടിന് പറയുന്നത് എന്തൊക്കെയാണ്, പക്ഷിക്കൂടിന് പറയുന്നത് പഞ്ചരം, എന്താണ് പഞ്ചരം, പഞ്ചരം. ഓക്കെ, അതുപോലെ തന്നെ നീടം, നീടം, നീടം എന്നുള്ളതും പക്ഷിക്കൂടിന് പറയുന്നതാണ്. ഓക്കെ, അടുത്തത് പുത്രി, പുത്രി എന്നാൽ എന്താണ് തനയ, തനയയെ നമ്മൾ പുത്രി എന്ന് പറയാറുണ്ട്. മകൾ തനുജ, നന്ദിനി. ഓക്കെ, തനയ, മകൾ, തനുജ, നന്ദിനി പുത്രിക്ക് പറയുന്നതാണ്. ഓക്കെ, ഭർത്താവ് പതി, ധവൻ, വരൻ, വല്ലഭൻ. എന്തൊക്കെയാണ് പതി, ധവൻ, വരൻ, വല്ലഭൻ. ഓക്കെ, മാനിന് പറയുന്നത് എന്തൊക്കെയാണ്, മാനിന് എന്ന് പറയുന്നത് ചൂതം പറയാറുണ്ട്, ചൂതം. മാകന്ധം, മാകന്ധം. ആമ്രം, ആമ്രം. മധുഫല, മധുഫല. അതുപോലെ സഹകാരം, സഹകാരം. ഓക്കെ, സഹകാരം. മിന്നാമിനിങ്ങിന് എന്തൊക്കെയാ പറയാറുള്ളത്, ഇന്ദുഗോപം, ഇന്ദുഗോപം. പ്രഭാകീടം. ഓക്കെ, നിശാമണി. ഇത്രയും കാര്യങ്ങളാണ് മിന്നാമിനിങ്ങിന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ചേർത്ത് എഴുതാനാണ് വന്നിരിക്കുന്നത് അല്ലെ. സദ് അധികം ജനം, സദ് അധികം ജനം എന്നാൽ എന്താണ് സജ്ജനം, സദ് അധികം ജനം സജ്ജനമാണ്, സജ്ജനം. ഓക്കെ, അടുത്ത എന്താണ് വിപരീത പദം. ഓക്കെ, വിപരീത പദമാണ് ചോദിച്ചിരിക്കുന്നത്. ഉഗ്രം. ഓക്കെ, ഉഗ്രം എന്നുള്ളതിന്റെ വിപരീത പദം എന്താണ്, ഉഗ്രം എന്നാൽ എന്താണ് ശാന്തമാണ് അല്ലെ. ഉഗ്രം എന്നതിന്റെ വിപരീത പദം എന്താണ്, ഓപ്ഷൻ ബി ആണ് ശാന്തം, ശാന്തം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ കുറച്ച് നമുക്ക് വിപരീത പദങ്ങൾ കുറച്ചൊന്ന് നോക്കിയാലോ, വിപരീത പദങ്ങൾ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നോക്കിയാലോ. ഓക്കെ, അനുകൂലം, അനുകൂലത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ് വരുന്നത് പ്രതികൂലമാണ് അല്ലെ. അനുകൂലം, പ്രതികൂലം. ഓക്കെ, അർഹം, അർഹം എന്നാൽ എന്താണ്, അർഹത്തിന്റെ ഓപ്പോസിറ്റ് അനർഹമാണ്, അനർഹം, അനർഹമാണ് ഓപ്പോസിറ്റ്. ഉത്കൃഷ്ടം, ഉത്കൃഷ്ടത്തിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ് അപകൃഷ്ടമാണ് അല്ലെ. ഉത്കൃഷ്ടം, അപകൃഷ്ടം. ഓക്കെ, ആഗതം, ആഗതം, നിർഗതം, ആഗതം, നിർഗതം. ഓക്കെ, ആദരം, ആദരത്തിന്റെ എന്താണ് അനാദരമാണ്, ആദരം, അനാദരം. ഓക്കെ, ഉന്മീലനം, ഉന്മീലനത്തിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ് പറയാ നിമീലനമാണ് അല്ലെ. ഉന്മീലനം, നിമീലനം. ഓക്കെ, അടുത്ത എന്താണ് കുചേലൻ, കുചേലൻ, കുബേരൻ, കുചേലൻ, കുബേരനാണ് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പിരിച്ചെഴുതുക അല്ലെ. നെന്മണി, നെന്മണിയെ പിരിച്ചെഴുതിയാൽ എങ്ങനെയാ വരിക നെല്ല് അധികം മണി. ഓക്കെ, നെല്ല് ല അല്ല ആണ് വരിക. ഓക്കെ, നെല്ല് അധികം മണി. ഓക്കെ, കാലുകൾ 2 തവണ കഴുകി അടിവരയിട്ട പദം ഏതാണ്, കാലുകൾ 2 തവണ കഴുകി അടിവരയിട്ട പദം ഏതാണ് അലിംഗ ബഹുവചനമാണ്, അലിംഗ ബഹുവചനമാണ്. ഓക്കെ, സ്ത്രീലിംഗ പദം എഴുതുക, സ്ത്രീലിംഗ പദം എന്താണ് ലേഖകൻ, ലേഖകൻ എന്നുള്ളതിന്റെ സ്ത്രീലിംഗ പദം എന്താണ്, സ്ത്രീലിംഗ പദം ലേഖിക, ലേഖിക, ലേഖിക എന്നുള്ളതാണ് സ്ത്രീലിംഗ പദം എന്ന് പറയുന്നത്, സ്ത്രീലിംഗ പദം. ഓക്കെ, അടുത്തത് ശരിയായ രൂപം എഴുതുക, ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ് ഓപ്ഷൻ സി ആണ് യഥേഷ്ടം, യഥേഷ്ടമാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, യഥേഷ്ടം. ഓക്കെ, പ്രതിരോധം, പ്രതിരോധം എന്ന വാക്കിന്റെ വിപരീത പദം, പ്രതിരോധത്തിന്റെ വിപരീത പദം എന്താണ് അനുരോധം എന്നുള്ളതാണ് കേട്ടോ, അനുരോധം, അനുരോധം. ഓക്കെ, ദീപാളി കുളിക്കുക, ദീപാളി കുളിക്കുക എന്നതിന്റെ ഇംഗ്ലീഷ് വാക്കിന് തുല്യമായിട്ടുള്ള മലയാള പദം എന്ന് പറയുന്നത് എന്താണ്, മലയാളം എന്ന് പറയുന്നത് ദുർവ്യയം ചെയ്യുക. ഓക്കെ, ദീപാവലി കുളിക്കുക എന്നാൽ എന്താണ് ദുർവ്യയം ചെയ്യുക. ഓക്കെ, കടലിൽ കായം കളക്കുക എന്നാൽ എന്താണ് ഏറെ ആവശ്യമുള്ളിടത്ത് അല്പം ചെലവ് ചെയ്യുക അല്ലെ, ഏറെ ആവശ്യമുള്ളിടത്ത് അല്പം ചെലവ് ചെയ്യുക. ധനാശി പാടുക, അവസാനിപ്പിക്കുക. ഉമ്മാക്കി കാട്ടുക, ഉമ്മാക്കി കാട്ടുക എന്നാൽ എന്താണ് വെറുതെ പേടിപ്പിക്കുക അല്ലെ, വെറുതെ പേടിപ്പിക്കുക എന്നുള്ളതാണ് ഉമ്മാക്കി കാട്ടുക എന്ന് പറയുന്നത്. മുതലക്കണ്ണീർ, മുതലക്കണ്ണീർ എന്താണ് ക്രോക്കഡോയിലി ടീയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കള്ളക്കരച്ചിൽ അല്ലെ, കള്ളക്കരച്ചിലിനെയാണ് മുതലക്കണ്ണീർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്, അടുത്തത് കോരിച്ചൊരിയുക, കോരിച്ചൊരിയുക അധികമായി വർഷിക്കുക. കുടം കമിഴ്ത്തി വെള്ളമൊഴിക്കുക, കുടം കമിഴ്ത്തി വെള്ളമൊഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഫലമില്ലാത്ത പ്രവൃത്തി ചെയ്യുക, ഫലമില്ലാത്ത പ്രവൃത്തി ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് റിപ്രിമാൻഡ്, റിപ്രിമാൻഡ് എന്ന ഇംഗ്ലീഷ് വാക്കിന് തുല്യമായിട്ടുള്ള മലയാള പദം, റിപ്രിമാൻഡ് എന്ന ഇംഗ്ലീഷ് വാക്കിന് തുല്യമായിട്ടുള്ള മലയാള പദം എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ ഡി ആണല്ലേ, എന്താണ് താക്കീതാണ്, താക്കീത്. റിപ്രിമെന്റ് എന്നതിന്റെ അതിന് തുല്യമായ മലയാള പദം എന്ന് പറയുന്നത് എന്താണ് താക്കീത്. ഓപ്ഷൻ ഡി താക്കീതിനെയാണ് നമ്മൾ പറയുന്നത്, താക്കീത്.
ബ്രഷ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? തള്ളിക്കളയുക എന്നുള്ളതാണ് കേട്ടോ. ബ്രഷ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? തള്ളിക്കളയുക. ഓക്കെ, അടുത്ത എന്താണ്? ടു സ്മെൽ എ റാറ്റ്. ടു സ്മെൽ എ റാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സംശയാസ്പദം. സംശയാസ്പദത്തിനെയാണ് നമ്മൾ ടു സ്മെൽ എ റാറ്റ് എന്ന് പറയുന്നത്. ഔട്ട് ഓഫ് ഹാൻഡ് എന്താണ്? ഔട്ട് ഓഫ് ഹാൻഡ് എന്ന് പറയുന്നത് നിയന്ത്രണാതീതം. നിയന്ത്രണാതീതം. ഓക്കെ, പിങ്ക് എലിഫന്റ്. പിങ്ക് എലിഫന്റ് എന്താണ്? മദ്യലഹരിയിൽ നിന്നുണ്ടാകുന്ന വ്യാമോഹങ്ങൾ. ഓക്കെ, ടൈം ആഫ്റ്റർ ടൈം എന്ന് വെച്ചാൽ എന്താണ്? വീണ്ടും വീണ്ടും. ടൈം ആഫ്റ്റർ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വീണ്ടും വീണ്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അനുചിതം എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? അനുചിതം എന്നാൽ എന്താണ്? ഉചിതമല്ലാത്തത്. ഉചിതം അല്ലാത്തത്. ഓക്കെ, ആന എന്ന പദത്തിന്റെ പര്യായം, ആനയുടെ പര്യായം എന്താണ്? വാരണം എന്നുള്ളതാണ് കേട്ടോ. വാരണം. വാരണമാണ് ആനയുടെ പര്യായം എന്ന് പറയുന്നത്. തവളയുടെ പര്യായം എന്ന് പറയുന്നത് എന്താണ്? മണ്ടൂകം. മണ്ടൂകം വേഗം. അതുപോലെ തന്നെ ദർദൂരം. ദർദൂരം ഹരി. ഓക്കെ, എന്തൊക്കെയാണ്? മണ്ടൂകം, വേഗം, ദർദൂരം, ഹരി എന്നിവയാണ് തവളയുടെ എന്ന് പറയുന്നത്. ഓക്കെ, ഗരുഡന്റെ എന്താണ്? ഗരുഡന്റെ വന്നിട്ട് വൈനതേയൻ. വൈനതേയൻ, സുപർണൻ. സുപർണൻ. ഓക്കെ, അതുപോലെ താർഷ്യൻ. താർക്ഷ്യൻ, ഗരുത്താത്മൻ. ഓക്കെ, ഗരുതാത്മാൻ. ഓക്കെ, ഗരുതാത്മാൻ എന്നിവയാണ് ഗരുഡന്റെ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കുതിര അല്ലെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കുതിര. കുതിരയുടെ എന്തൊക്കെയാണ്? അശ്വം. അശ്വം, വാജി. വാജി, തുരങ്കം. തുരങ്കം, തുരം. തുരം, ഗമം. ഗമം, തുരകം. തുരകം, ഹയം. ഹയം, സൈന്ധവം. സൈന്ധവം എന്നിവയാണ് കുതിരയുടെ എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. മേദിനി. മേദിനി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മേദിനി എന്നാൽ എന്താണ്? ഭൂമി എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. എന്താണ് ഇവിടെ ശരി? നാം കഴിക്കുന്ന ആഹാരത്തിൽ വിഷാംശങ്ങൾ കലരാതെ സൂക്ഷിക്കണം. നാം കഴിക്കുന്ന ആഹാരത്തിൽ വിഷാംശങ്ങൾ കലരാതെ സൂക്ഷിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിദ്യുത് ശക്തി. കണ്ടോ, ഇതൊക്കെ ഇപ്പോഴും റിപ്പീറ്റഡ് ആണ് കേട്ടോ. കുറെ ആയി PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് അല്ലെ. ഇവിടെ ആൻസർ എന്താണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണല്ലേ. വിദ്യുത് അധികം ശക്തി എന്നിവയാണ് വിദ്യുത് ശക്തി. ഓക്കെ, പ്രതിദിനം എന്ന സമാസ രൂപത്തിന്റെ വിഗ്രഹാർത്ഥം എന്താണ്? ദിനം തോറും. പ്രതിദിനം എന്ന് വെച്ചാൽ എന്താണ്? ദിനം തോറും. ദിനം തോറും എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ശരിയായിട്ടുള്ള പദം തിരഞ്ഞെടുത്ത് എഴുതുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. ഓക്കെ, ഇതിൽ ശരിയായിട്ടുള്ള പദം എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. അനുരഞ്ജനം. അനുരഞ്ജനം. പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. അനുരഞ്ജനം. അനുരഞ്ജനം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളതിൽ നിന്നും ശരിയായ വാക്യം കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ശരിയായ വാക്യം കണ്ടെത്തി എഴുതുക. ഓക്കെ, ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. മറ്റാരിലും കാണാത്ത കഴിവുകൾക്കുടമയാണ് ഗാന്ധിജി. മറ്റാരിലും കാണാത്ത കഴിവുകൾക്കുടമയാണ് ഗാന്ധിജി. ഓക്കെ, വൈദ്യർ എന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? വൈദ്യർ എന്ന പദം ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? അത് പൂജക ബഹുവചനമാണ്. എന്താണ്? പൂജക ബഹുവചനമാണ്. ഓക്കെ, അടുത്തത് എന്താണ്? ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്ന് പഴഞ്ചൊല്ല് കണ്ടെത്തുക. ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്ന് പഴഞ്ചൊല്ല് കണ്ടെത്തുക. ഇവിടെ പഴഞ്ചൊല്ല് എന്ന് പറയുന്നത് എന്താണ്? നെല്ലിപ്പലക കാണുക, മനസാ വാച കർമ്മന, ഭഗീരഥ പ്രയത്നം. ഓക്കെ, നിത്യാഭ്യാസി ആന എടുക്കും. ഇവിടെ പഴഞ്ചൊല്ല് എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് പഴഞ്ചൊല്ലുകൾ ഒന്ന് നോക്കിയാലോ. ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. എന്താണ്? മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട്. എന്താണ്? മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട്. ഓക്കെ, തേടിയ വള്ളി കാലിൽ ചുറ്റുക. തേടിയ വള്ളി കാലിൽ ചുറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ്? അന്വേഷിച്ച് നടക്കുന്ന വസ്തു യാദൃശ്ചികമായിട്ട് കണ്ടെത്തുക. ഓക്കെ, എന്റെ മുല്ലയും പൂക്കും. എന്റെ മുല്ലയും പൂക്കും എന്ന് വെച്ചാൽ എന്താണ്? എനിക്കും നല്ല കാലം വരും. ഓക്കെ, അടുത്തെന്താണ്? അളകുത്തിയാൽ ചേരയും കടിക്കും. അളകുത്തിയാൽ ചേരയും കടിക്കും. അകാരണമായി ഉപദ്രവിച്ചാല് സാധുക്കൾ പോലും തിരിച്ചടിക്കും. ഓക്കെ, അതുപോലെ എന്താണ്? അരമന രഹസ്യം അങ്ങാടിപ്പാട്ട്. അരമന രഹസ്യം അങ്ങാടിപ്പാട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? രഹസ്യം എത്ര സൂക്ഷിച്ചാലും പുറത്താകുക. ഓക്കെ, ആടിനറിയുമോ അങ്ങാടി വാണിഭം. ആടിനറിയുമോ അങ്ങാടി വാണിഭം. എന്താണ്? നിസ്സാരന്മാർക്ക് വലിയ കാര്യങ്ങളെ കുറിച്ച് ഒരു അറിവും ഉണ്ടാവില്ല. ഓക്കെ, അടുത്ത എന്താണ്? വടി കൊടുത്ത് അടി വാങ്ങുന്ന വിദ്യ. തനിക്ക് ഉപദ്രവത്തിന് താൻ തന്നെ വഴിയുണ്ടാക്കുന്ന വിദ്യ. ഓക്കെ, ഇത്രയാണ്
ഇതിൽ പറയാനുള്ളത് കേട്ടോ. അടുത്ത ചോദ്യം എന്താണെന്നുള്ളത് നോക്കിയാലോ. തെറ്റായ പദം കണ്ടെത്തുക. ഓക്കെ, തെറ്റായിട്ട് ഇവിടെ തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ള പദം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര എണ്ണം തന്നിട്ടുണ്ട്? അനുഷ്ഠാനം തന്നിട്ടുണ്ട്, ഘാതകൻ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സമ്രാട്ട്, അനുകമ്പ. ഇവിടെ തെറ്റായിട്ടുള്ള പദം എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ് അല്ലെ, അനുഷ്ഠാനമാണ് തെറ്റായിട്ടുള്ള പദം എന്ന് പറഞ്ഞു. ഇവിടെ ഈ ടായല്ല, ഇവിടെ ഈ ടായാണ് പറയേണ്ടത്. ഓക്കെ, അനുഷ്ഠാനം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാക്ക് അധികം ധോരണി. ഓക്കെ, വാക്ക് അധികം ധോരണി എന്നാണ് പറയുന്നത്. ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്, വാക് ധോരണി, വാക്ക് ധോരണി. ഓക്കെ, കൂട്ടത്തിൽ പെടാത്തത് ഏത്? തന്നിരിക്കുന്നതില് കൂട്ടത്തിൽ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ, സ്നുഷയാണ് കൂട്ടത്തിൽ പെടാത്തത്. ഓക്കെ, കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? സ്നുഷയാണ് പെടാത്തത്. ലോകത്തെ സംബന്ധിച്ചത് എന്നതിന്റെ ഒറ്റപ്പദം. ലോകത്തെ സംബന്ധിച്ചത് എന്നതിന്റെ ഒറ്റപ്പദം എന്താണ്? ലൗകികമാണ് കേട്ടോ. ലോകത്തെ സംബന്ധിച്ചത് എന്നതിന്റെ ഒറ്റപ്പദം എന്ന് പറയുന്നത് എന്താണ്? ലൗകികമാണ്, ലൗകികം. ഓക്കെ, ഇതിന്റെ കുറിച്ച് നമുക്ക് നോക്കിയാലോ. പഠിക്കാൻ ആഗ്രഹിക്കുന്നവനെ നമ്മൾ എന്താണ് പറയാ? പഠിക്കാൻ ആഗ്രഹിക്കുന്നവനെ നമ്മൾ പറയുന്നത് പിപഠിഷു, പിപഠിഷു എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ, പിപഠിഷു. അടുത്ത എന്താണ്? വ്യാകരണം അറിയുന്നവൻ. വ്യാകരണം അറിയുന്നവൻ ആരാണ്? വൈയാകരണനാണ്, വൈയാകരണൻ. അതുപോലെ നമ്മുടെ പിശാചിനെ സംബന്ധിച്ചത് എന്താണ്? പൈശാചികമാണ്, പൈശാചികം, പൈശാചികമാണ്. ഓക്കെ, അതുപോലെ വേറൊന്നെന്താ? കാണാൻ ആഗ്രഹിക്കുന്നയാൾ, കാണാൻ ആഗ്രഹിക്കുന്ന ആളെ നമ്മൾ പറയുന്നത് ദിദൃക്ഷു എന്നാണ്, ദിദൃക്ഷു, ദിദൃക്ഷു എന്നാണ് പറയുന്നത്. ഭർത്താവിൽ നിഷ്ഠയുള്ളവൾ നമ്മൾ എന്താണ് പറയാ? പതിവ്രത, പതിവ്രത എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്ന് വിയോഗം എന്ന പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക. ഓക്കെ, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും വിയോഗം. ഓക്കെ, വിയോഗം എന്നുള്ളതിന്റെ വിപരീത പദം എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. എന്താണ്? സംയോഗമാണ് കേട്ടോ, സംയോഗം. നിയോഗം എന്നൊന്നും കൊണ്ടുപോയി എഴുതരുത്, സംയോഗമാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, വെഞ്ചാമരം. വെഞ്ചാമരത്തിന് പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ് വരിക? ഓപ്ഷൻ ബി ആണ് വരിക അല്ലെ, വെൺ അധികം ചാമരം, വെണ്ണധികം ചാമരം. ഓക്കെ, വെണ്ണധികം ചാമരം. അടുത്ത എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പുഷ്പം എന്ന പദത്തിന്റെ സമാന പദം കണ്ടെത്തുക. പുഷ്പം എന്നുള്ളതിന്റെ സമാന പദം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ, സൂനമാണ്, സൂനം. പുഷ്പം എന്നതിന്റെ സമാന പദം എന്താണ്? സൂനമാണ്, സൂനമാണ് ആൻസർ എന്ന് പറയുന്നത്. ചുവടെ നൽകിയിട്ടുള്ള പദത്തിന് അനുയോജ്യമായ ശൈലി കണ്ടെത്തുക. ഇതിന് അനുയോജ്യമായിട്ടുള്ള ശൈലി എന്താണ്? വലിയ വ്യത്യാസം. വലിയ വ്യത്യാസത്തിന് അനുയോജ്യമായത് എന്താണ്? അജഗജാന്തരം, അജഗജാന്തരം. ഓക്കെ, മഹാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം കണ്ടെത്തുക. മഹാന്റെ സ്ത്രീലിംഗം എന്താണ്? മഹാന്റെ സ്ത്രീലിംഗം എന്ന് പറയുന്നത് ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, മഹതിയാണ്. ഓക്കെ, മഹാൻ, മഹതി. എനിക്ക് പനിയും ജലദോഷവുമാണ് എന്ന വാക്യത്തിന്റെ ശരിയായ പരിഭാഷ എന്താണ്? ശരിയായിട്ടുള്ള പരിഭാഷ എന്താണ്? ഐ എം സഫറിംഗ് ഫ്രം ഫീവർ ആൻഡ് കോൾഡ് എന്നാണ്. ഐ എം സഫറിംഗ് ഫ്രം ഫീവർ ആൻഡ് കോൾഡ്. ഓക്കെ, വിഗ്രഹിച്ചെഴുതുക. സ്നേഹസമ്മാനം. സ്നേഹസമ്മാനത്തിന് എങ്ങനെ വിഗ്രഹിച്ചെഴുതുക? സ്നേഹത്താലുള്ള സമ്മാനം, സ്നേഹത്താലുള്ള സമ്മാനം. ഓക്കെ, വാക്യം ചേർത്തെഴുതുക. എന്താണ്? ശക്തിക്കനുസരിച്ച്. അനുസരിച്ച് എന്നുള്ളതിന് ചേർത്ത് എഴുതിയാൽ എന്ത് വരും? യഥാശക്തി. ഓക്കെ, യഥാശക്തി. കുംഭത്തിൽ നട്ടാൽ കുപ്പയിലും മാണിക്യം എന്ന പഴഞ്ചൊല്ല് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കുംഭത്തിൽ നട്ടാൽ കുപ്പയിൽ നെല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ, കൃഷി. ഓക്കെ, ആകാശം എന്ന പദത്തിന്റെ പര്യായ പദം ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. ഓക്കെ, ആകാശത്തിന്റെ ഏതാണ്? വ്യോമമാണ് അല്ലെ, വ്യോമം. ഓക്കെ, ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്നും സ്ഥായി ഭാവം എന്ന പദത്തിന്റെ അനുയോജ്യമായ അർത്ഥം കണ്ടെത്തുക. സ്ഥായി ഭാവം. ഓക്കെ, എന്താണ് ഇവിടെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് കേട്ടോ, സ്ഥിരമായ ഭാവം, സ്ഥിരമായ ഭാവം. കുയിൽ എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്ത അത് കണ്ടെത്തുക. കുയിൽ എന്നതിന്റെ പര്യായ പദം അല്ലാത്തത് കണ്ടെത്തുക. എന്താണ് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ്, വാജിയാണ് അല്ലെ, വാജി, വാജിയാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഭൂമി. ഓക്കെ, ഭൂമി എന്ന അർത്ഥം വരുന്ന പദം ഏത്? തന്നിരിക്കുന്നവയില് ഭൂമി എന്ന അർത്ഥം വരുന്ന പദം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. ആൻസർ എന്താണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത്, മഞ്ഞാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, പിരിച്ചെഴുതുക. ഇവൾ. ഇവൾ എന്നുള്ളതിനെ നമ്മൾ പിരിച്ചെഴുതിയാൽ എന്ത് വരും? ആൻസർ എന്ന് പറയുന്നത് ഇവ അധികം ഹൾ എന്ന് വരും. ഓക്കെ, പിരിച്ചെഴുതുക. ഇവൾ എന്നുള്ളതിനെ പിരിച്ചെഴുതിയാൽ എന്താണ് വരിക? ഇവ അധികം ഹൾ എന്നുള്ളത് വരും. ഓക്കെ, ക്ഷമിക്കണം കേട്ടോ, ഈ സി അല്ല വരുന്നത്, എ ആണ് കേട്ടോ വരുന്നത്. ഓപ്ഷൻ എ ആണ് വരുന്നത്. ഇ അധികം ഹള്ളാണ് വരുന്നത്. ഓക്കെ, എന്താണ് വരുന്നത്? ഇ അധികം ഹള്ളാണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാർത്ഥൻ എന്ന പദത്തിന്റെ പുല്ലിംഗ പ്രത്യയം. ഓക്കെ, സ്വാർത്ഥൻ എന്നതിലെ പുല്ലിംഗം എന്താണ് വരുന്നത്? സ്വാർത്ഥൻ എന്നതിലെ പുല്ലിംഗം
അൻ ആണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് അൻ. ഓക്കെ, സ്വാർത്ഥൻ എന്നാൽ എന്താണ്? അൻ എന്നാണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ എന്താണ്? ഗൃഹത്തെ സംബന്ധിച്ചത്. ഗൃഹത്തെ സംബന്ധിച്ചത് എന്താണ്? ഗൃഹത്തെ സംബന്ധിച്ചത് ഗാർഹികമാണ്. ഓപ്ഷൻ ഡി ഗാർഹികം. ഓക്കെ, അടുത്ത എന്താണ്? അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക. അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ജോലിക്കാർ. ജോലിക്കാർ ആണ് അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം. ഓക്കെ, ശതകം ചൊല്ലിക്കുക. ശതകം ചൊല്ലിക്കുക എന്നാൽ എന്താണ്? ശതകം ചൊല്ലിക്കുക എന്നാൽ ഓപ്ഷൻ ബി ആണ്, വിഷമിപ്പിക്കുക. എന്താണ്? വിഷമിപ്പിക്കുക. ഓക്കെ, സഫലം. സഫലം വിപരീത പദം എഴുതുക. വിപരീത പദം എന്താണ്? ഓപ്ഷൻ എ ആണ്, വിഫലമാണ്. വിഫലം. വിഫലമാണ് ശരിയായ പദം. ശരിയായ പദം ഏത്? ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. എന്താണ്? പ്രക്ഷുബ്ധം. പ്രക്ഷുബ്ധം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പദം. ഓക്കെ, ആമോദം. ആമോദം എന്നാൽ എന്താണ്? ആമോദം. സന്തോഷം. ഓപ്ഷൻ എ ആണ്, സന്തോഷം. ഓക്കെ, ചേർത്തെഴുതുക. കരഞ്ഞു അധികം ഇല്ല. കരഞ്ഞു അധികം ഇല്ല എന്താണ്? കരഞ്ഞില്ല. കരഞ്ഞില്ല എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? ഡംഭം. ഡംഭം എന്നാൽ എന്താണ്? ഡംഭം എന്നാൽ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, അഹങ്കാരം. ഡംഭം എന്താണ്? അഹങ്കാരമാണ്. അടുത്ത എന്താണ്? ഉചിതമായ ഘടകപദം ഉപയോഗിച്ച് വാക്യങ്ങൾ ചേർത്തെഴുതുക. അച്ഛൻ ഒരുപാട് വഴക്ക് പറഞ്ഞു, കുട്ടി നിർത്താതെ കരഞ്ഞു. ഇവിടെ ആൻസർ എന്താണ്? ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്, അപ്പോൾ. ഓക്കെ, അച്ഛൻ ഒരുപാട് വഴക്ക് പറഞ്ഞു, അപ്പൊ കുട്ടി നിർത്താതെ കരഞ്ഞു. ഓക്കെ, ചിന്മയം പിരിച്ചെഴുതുക. ചിന്മയം എന്നുള്ളതിനെ പിരിച്ചെഴുതിയാൽ എന്താണ് വരിക? ഓപ്ഷൻ സി ആണ് വരിക, ചിത് അധികം മയം. ഓക്കെ, ചിത് അധികം മയം. ഓക്കെ, കൃഷം. കൃഷം എന്നാൽ വിപരീത പദം എഴുതുക. കൃഷത്തിന്റെ വിപരീത പദം എന്താണ്? ഓപ്ഷൻ ബി ആണ്, മേധുരം. മേധുരമാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സാക്ഷി. സ്ത്രീലിംഗം എഴുതുക. സാക്ഷി സ്ത്രീലിംഗം എഴുതുക. സാക്ഷി സ്ത്രീലിംഗം എന്താണ്? സാക്ഷിണി. സാക്ഷിണി എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, ദുഃഖം. സമാന പദം എഴുതുക. ദുഃഖത്തിന്റെ സമാന പദം എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ്, ഇണ്ടലാണ് ആൻസർ എന്ന് പറഞ്ഞത്, ഇണ്ടൽ. ഓക്കെ, ദുഃഖം സമാന പദം എഴുതുക. ഓക്കെ, രണ്ടെണ്ണം തന്നിട്ടുണ്ട് കണ്ടോ. ആൻസർ എന്താണ് ഇവിടെ വരുന്നത്? എ തന്നെയാണ് കേട്ടോ. ഓപ്ഷൻ എ തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അത് എന്റെ മിസ്റ്റേക്ക് ആണ് കേട്ടോ. രണ്ട് ക്വസ്റ്റൻ ഒരുപോലെ വന്നതാണ്. ഓക്കെ, സോറി. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ ഏതാണ്? ശരിയായ പദം എഴുതുക. ഓക്കെ, തന്നിട്ടുള്ളവയിൽ ശരിയായിട്ടുള്ള പദം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. എന്താണ്? നികൃഷ്ടമാണ് അല്ലെ. നികൃഷ്ടം. നികൃഷ്ടം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പദം. ഓക്കെ, പിന്നിൽ നിന്ന് കുത്തുക എന്നതിന്റെ പരിഭാഷ. പിന്നിൽ നിന്ന് കുത്തുക എന്നുള്ളതിന്റെ പരിഭാഷ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. എന്താണ് വരുന്നത്? ബാക്ക് സ്റ്റാബിംഗ്. ബാക്ക് സ്റ്റാബിംഗ്. ഓക്കെ, ബാക്ക് സ്റ്റാബിംഗ്. ശരിയായ വാക്യം എഴുതുക. ഓക്കെ, ഗ്രന്ഥശാലയിൽ പരശതം പുസ്തകങ്ങൾ 100-ലധികം ഉണ്ട്. നാം എന്നും രാവിലെ ഒരു ഗ്ലാസ് വെള്ളം നിത്യവും കുടിക്കണം. വിഹഗങ്ങൾ പക്ഷികൾക്കൊപ്പം ആവേശത്തോടെ പറന്നുയർന്നു. വിടർന്നു നിന്ന പൂക്കൾ വെയിലേറ്റ് കരിഞ്ഞു. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, വിടർന്നു നിന്ന പൂക്കള് വെയിലേറ്റ് കരിഞ്ഞു. വിടർന്നു നിന്ന പൂക്കള് വെയിലേറ്റ് കരിഞ്ഞു. ഓക്കെ, എന്നും പകിട 12 എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം. പകിട 12 എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്താണ്? എന്നും വിജയം. എന്നും വിജയം. ഓക്കെ, അടുത്ത എന്താണ്? തൻ അധികം കൽ. ഓക്കെ, തൻ അധികം കൽ എന്നുള്ളതാണ്. ഈ പദം കൂട്ടി എഴുതിയാൽ, ഓക്കെ, കൂട്ടിച്ചേർത്ത് എഴുതുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് കൂട്ടിച്ചേർത്ത് എഴുതിയാൽ ഇത് എങ്ങനെയാണ് വരിക? ഓക്കെ, ഇവിടെ ആൻസർ ഇല്ല കേട്ടോ. ഇത് ഡിലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് നോക്കണ്ട. ഓക്കെ, ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്. ഓക്കെ, എന്നതിന് സമാനമായ മലയാളം പഴഞ്ചൊല്ല്. ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്നതിന് സമാനമായ മലയാളം പഴഞ്ചൊല്ലാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. ഓക്കെ, ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. തന്നിട്ടുള്ളതിൽ ശരിയായ വാക്യം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 2 കുതിര കെട്ടിയ വണ്ടിയിൽ 4 ഭടന്മാർ കയറി വന്നു. 2 കുതിര കെട്ടിയ വണ്ടിയിൽ 4 ഭടന്മാർ കയറി വന്നു. മാങ്ങാക്കറി എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹ രൂപം. മാങ്ങാക്കറി എന്ന പദത്തിന്റെ ശരിയായിട്ടുള്ള വിഗ്രഹ രൂപം എന്താണ്? മാങ്ങയാൽ കറി. ഓക്കെ, മാങ്ങയാൽ കറി. ഓക്കെ, താഴെ തന്നിരിക്കുന്ന എതിർലിംഗ പദങ്ങളിലെ തെറ്റായ ജോഡി. തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മാനി മാനൻ. മാനി മാനൻ. ഓക്കെ, ലാഭേച്ഛയോടെയുള്ള വിലപേശൽ. ഈ അർത്ഥം വരുന്ന ശൈലി ഏത്? ലാഭേച്ഛയോടെയുള്ള വിലപേശൽ എന്ന അർത്ഥം വരുന്ന ശൈലി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ സി ആണ്, കുതിര കച്ചവടം. കുതിര കച്ചവടം.
അടുത്ത ക്വസ്റ്റ്യൻ, കാട് എന്നർത്ഥം വരാത്ത പദം ഏത്? കാട് എന്നർത്ഥം വരാത്ത പദം എന്ന് പറയുന്നത് കന്തരമാണ് കേട്ടോ, കന്തരം. ഓക്കെ, താഴെ തന്നിരിക്കുന്ന വിപരീത പദങ്ങളില് തെറ്റായ ജോഡി ഏത്? തന്നിരിക്കുന്ന വിപരീത പദങ്ങളിലെ തെറ്റായിട്ടുള്ള ജോഡി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, അയാസം പ്രയാസം, അയാസം പ്രയാസം. താഴെ തന്നിരിക്കുന്ന പദത്തിൽ ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്, യാദൃച്ഛികം, യാദൃച്ഛികം. നമ്മെ എന്ന പദം പിരിച്ചെഴുതുക, നമ്മെ എന്ന പദം പിരിച്ചെഴുതുക. നമ്മെ എന്ന പദം പിരിച്ചെഴുതുക. നമ്മെ എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, നം അധികം എ, നം അധികം എ എന്നാണ് വരുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? ഓക്കെ, കഴിഞ്ഞു കേട്ടോ, ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇന്ന് ഇത്രയും നോക്കുന്നുള്ളൂ കേട്ടോ. ഇനി വീണ്ടും വേറൊരു ദിവസം നമുക്ക് വേറെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളായിട്ട് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഇതിപ്പോ 2025 ചോദിച്ചിട്ടുള്ള പേപ്പർ, 2024 ചോദിച്ചിട്ടുള്ള പേപ്പറും ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.